ഇപ്പോൾ നടൻ മധു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മധു, മലയാളത്തിന്റെ പ്രിയപ്പെട്ട അമ്മയെ ഈ നിമിഷം എങ്ങനെ ഓർത്തെടുക്കുന്നു? ഒരു 50 വർഷത്തിൽ കൂടുതൽ ഒരുമിച്ച് അത് മിക്കവാറും അമ്മയായിട്ട് തന്നെ കണ്ടിട്ട് മറക്കാൻ സാധിക്കും. ഇല്ലല്ലോ, എപ്പോഴും ഓർമ്മിക്കാൻ സാധിക്കും. പൊന്നമ്മയ്ക്ക് സുഖമില്ലായിരുന്നു, എനിക്കറിയാം. ഇങ്ങനെ ഒരു ദിവസം വരുമെന്നും അറിയാമായിരുന്നു. പൊന്നമ്മ മരിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്നായാലും എന്തായാലും എപ്പോഴായിരുന്നാലും പൊന്നമ്മ ഒരു അമ്മയായിട്ട് മനസ്സിൽ തന്നെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ മാത്രമല്ല, അല്ലാതെയുള്ള കഥാപാത്രം ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലിയ സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ തന്നെ ഭാര്യയായിട്ടും അമ്മയായിട്ടും അഭിനയിച്ചു. പടത്തിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. എന്റെ ഭാര്യയായിട്ട് പൊന്നമ്മയായിരുന്നു, മകനായിട്ട് ഞാൻ തന്നെയായിരുന്നു അഭിനയിച്ചത്. ഞാൻ ഡബിൾ റോളിലായിരുന്നു. അപ്പം അത് ഞാൻ ഇപ്പൊ പറഞ്ഞിങ്ങനെ സിനിമയുടെ കാര്യം പറഞ്ഞ സമയം കളയാനുള്ള സമയമല്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ ഏറ്റവും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് മലയാള സിനിമയും മലയാളത്തിൽ അഭിനയത്തിനെ സ്നേഹിക്കുന്ന ആളുകളെ ഒരുപാട് സേവിച്ച് നമുക്കെല്ലാം കൂടി ചേർന്ന് അവരുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പം മധുസാറൊക്കെ നായക നടനായിട്ടാണ് സിനിമയിലോട്ട് വന്നത്. പക്ഷേ ഈ കവിയൂർ പൊന്നമ്മ 20ാമത്തെ വയസ്സിൽ, ഇപ്പം മധുസാറ് സൂചിപ്പിച്ചതുപോലെ സാറിൻ്റെ ഒക്കെ അമ്മയായിട്ട് അഭിനയിച്ച് തുടങ്ങിയ ഒരാളാണ്. അപ്പം എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ ഒരു അമ്മ വേഷത്തിൽ മാത്രം ഒതുങ്ങി പോകേണ്ട ഒരാളല്ല, ആളായിരുന്നില്ല കവിയൂർ പൊന്നമ്മ എന്ന് എപ്പോഴെങ്കിലും മധുസാറിന് അങ്ങനെ തോന്നിയിരുന്നോ? അമ്മയായിട്ടല്ലാത്ത റോളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിലൊക്കെ അവർ ഷൈൻ ചെയ്തിട്ടുണ്ട്. അവര് ചുറ്റിക്കറങ്ങി മനഞ്ചേറ്റിയോടെ പാടുന്ന ഹീറോയിൻ ആയില്ല എന്നുള്ളതേ ഉള്ളൂ. അവരെക്കാളുമൊക്കെ കൂടുതൽ വലിയ വലിയ റോളുകൾ പിന്നെ അഭിനയിച്ചിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള റോളുകൾ. അവർ വെറും അമ്മ മാത്രമല്ല, റിയൽ ആർട്ടിസ്റ്റ്. എന്തായാലും സാറിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അവർക്കൊപ്പമുള്ള ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഓർത്തെടുക്കാനല്ലേ? സാറിന് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നല്ലേ പൊന്നമ്മയുടെ കൂടെ? 50 വർഷത്തെ ഓർമ്മകളുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. അതായത് ഒരു വീട്ടില്, എന്റെ വീട്ടില് ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയവരുമായിട്ടുള്ളവരുണ്ടല്ലോ, അവരെ കുറിച്ച് ഓർമ്മകള് അങ്ങനെ പോവും മനസ്സിൽ നിന്ന്. അതിന് വേണമെങ്കിൽ ഞാനും കൂടെ മരിക്കണം അല്ലേ? അതുപോലെ എന്റെ വീട്ടില് ഉള്ള ഒരു സ്ത്രീ അമ്മയാകാം, സഹോദരിയാകാം, മകളാകാം, ആരെങ്കിലും ആകാം. അതുപോലെ എന്റെ മനസ്സിൽ എന്നും പൊന്നമ്മ ഉണ്ടാവും. തീർച്ചയായും. വളരെ നന്ദി മധു സാർ ഞങ്ങളോട് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്.